ഹായ്, ഞാൻ സലു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഞാൻ വയനാട് പോയ സമയത്ത് ഒരു ഗാർഡൻ ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ആ ഗാർഡൻ ടൂറിൽ കൂടുതലും കാണിച്ചത് ബോൾസത്തിനെ പറ്റിയാണ്. അത് കണ്ടതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റ് വന്നു, എങ്ങനെയാണ് ബോൾസം ഇത്രയും ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ബോൾസത്തിനെ കുറിച്ചാണ്. അത് ചൈനീസ് ബോൾസം നടുന്ന രീതിയും അതിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നാടൻ ബോൾസം എങ്ങനെയൊക്കെയാണ് വളർത്തിയെടുക്കേണ്ടത്. പലപ്പോഴും എല്ലാവരുടെയും ഒരു സംശയമാണ്, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ ചൈനീസ് ബോൾസവും അല്ലെങ്കിൽ നാടൻ ബോൾസവും കൂടുതലായിട്ട് വളർന്നു നിൽക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലും നല്ല പോലെ നമുക്ക് ഈ ബോൾസം വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചൈനീസ് ബാൽസത്തിൻ്റെ പ്രൊപ്പഗേഷൻ, അതിൻ്റെ പരിപാലനം, അതെങ്ങനെയാണ്, അതിൻ്റെ പോട്ടി മിശ്രിതം എന്നുള്ളതാണ്. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ നമുക്ക് തരുന്ന ചെടിയാണ് ചൈനീസ് ബാൽസം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതെന്നും ഇതിന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോട്ടി മിശ്രിതം തയ്യാറാക്കേണ്ടതെന്നും കൂടി നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. ഇതിൻ്റെ ഒത്തിരി കളറുകൾ ഇറങ്ങുന്നുണ്ട്. അത് ഈ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ചെറിയ തണ്ട് മതി നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു തണ്ട് നമുക്ക് കിട്ടിയാൽ ഇതേപോലെ ഓരോ ചട്ടികളിലാക്കി നമുക്കതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് ഇതുപോലെ മനോഹരമായിട്ട് പല ചട്ടികളിൽ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നടാനുള്ള സ്റ്റമ്പ്, അല്ലെങ്കിൽ ഈ ചൈനീസ് ബാൽസത്തിൻ്റെ അല്ലെങ്കിൽ ഊട്ടി ബാൽസത്തിൻ്റെ ഒക്കെ സ്റ്റമ്പ് മുറിച്ച് എങ്ങനെയാണ് നടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ചെടിച്ചട്ടിയിൽ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റമ്പ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, ഇതുപോലെ ചെറിയ കമ്പുകൾ കാണും. അതിൻ്റെ അടിയിലുള്ള കടയിൽ ചെറിയ കമ്പുകൾ കാണും. ആ കമ്പുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുമ്മ കണ്ടോ, നാര് പോലെയുള്ള ഒരു ഇത് അതിൻ്റെ ചെറിയ വേരാണ്. മണ്ണിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ വേരിൻ്റെ അടിയിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അധികം വലിയ കമ്പൊന്നും എടുക്കാതിരിക്കുക, അതുപോലത്തെ വലിയ കമ്പൊന്നും എടുക്കാതിരിക്കുക. കാരണം അത് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് കേടായി പോകും. എപ്പോഴും നമ്മൾ നടുമ്പോൾ ചെറിയ തണ്ട് മാത്രമേ നടാനെടുക്കാവൂ. അപ്പോൾ ഇതിൻ്റെ നോക്കിയേ, ഈ ഇതുപോലെ വേര് വന്ന് നിൽക്കുന്നതിൻ്റെ അടിയിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കണ്ടോ, അതുപോലെ ഒരെണ്ണം കൂടി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ അടിയിൽ ഇതുപോലെ ചെറിയ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെയും കൂടി ഒരു കഷ്ണം എടുക്കുകയാണ്. ഈ 2 തണ്ടാണ് നമ്മളിപ്പോൾ കവറിലേക്ക് നടാൻ പോകുന്നത്. ഒരു ചെടി നടാനായിട്ട് മണൽ വേണമെന്ന് പറയുമ്പോൾ മണൽ കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു പരാതി കേട്ടിരുന്നു. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതുപോലെ ഇലയും ചപ്പും ചവറും കിടക്കുന്ന സ്ഥലത്തുനിന്നും ഞാൻ മാറ്റിയെടുക്കുന്ന മണ്ണാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മരത്തിൻ്റെ ഇലകളും ഒക്കെ പൊടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് നനവുള്ളിടത്തുനിന്ന് നമുക്ക് ഇതുപോലെ മണലും മണ്ണും കൂടി മിക്സ് ചെയ്ത മണ്ണ് കിട്ടും. ഇതുണ്ടോ, ഇതിനകത്ത് ഇനി മണൽ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മുടെ മഴയൊക്കെ പെയ്തോ അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ ഇലകളൊക്കെ വീണ് ഉണങ്ങി പൊടിഞ്ഞ് കിടക്കുന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് വളവുമാണ്. അതിനകത്ത് അധികം വളവും നമുക്ക് യൂസ് ചെയ്യേണ്ട. അത്യാവശ്യം ചെടികൾക്ക് നല്ല കരുത്തോടെ വളരാൻ പറ്റും കേട്ടോ. അപ്പോൾ മണലില്ലാന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതുപോലത്തെ മണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഈ മണ്ണാണ് കേട്ടോ. ഇതിനകത്ത് ജൈവവളങ്ങളും ഇല പൊടിഞ്ഞതും എല്ലാം ഉണ്ട്. പോട്ടി മിക്സ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പോട്ടി മിക്സ്. നമ്മുടെ ഈ ചൈനീസ് ബാൽസം പോലെയുള്ള ചെടികളുടെ വേര് ശ്രദ്ധിച്ചാൽ അറിയാം, അവ അധികം താഴത്തേക്ക് പോകില്ല. അത് മുകളിൽ പടർന്നിട്ടാണ് അതിൻ്റെ വേരുകളൊക്കെ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വേരുകളൊക്കെ പുറത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവയ്ക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകണ്ട, എന്നാൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്ന പ്രതലം വേണം. അപ്പോൾ അതുകൊണ്ട് ചൈനീസ് ബാൽസം പോലെയുള്ള ചെടികൾ നമ്മൾ നടുമ്പോൾ കൊക്കോപ്പീറ്റ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മണ്ണിന് ഇളക്കവും എന്നാൽ ഒരു മീഡിയം തണുപ്പും നിൽക്കാവുന്ന രീതിയിലായിരിക്കണം അവയുടെ പോട്ടി മിക്സ്. അപ്പോൾ നമുക്ക് ഞാൻ സാധാരണ എല്ലാ ചെടികൾക്കും എടുക്കുന്ന പോലെ തന്നെയാണ് ഇതിനും ചെയ്യാറ്. പക്ഷേ അതിനകത്ത് കൂടുതൽ കൊക്കോപ്പീറ്റ് ചേർക്കും. മണലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. കാരണം മണലിൽ വെള്ളം നിൽക്കില്ല, ഈർപ്പം നിൽക്കില്ല, ചെളി കൂടില്ല, അതിൻ്റെ തണ്ട് ചീയില്ല. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പലരും പറഞ്ഞു മണൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ മണൽ കിട്ടാനില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സോയിൽ
അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അത് ഞാൻ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉണക്ക ചാണകപ്പൊടി. ഇതെപ്പോഴും ഉണക്ക ചാണകപ്പൊടി എന്ന് പറയുന്ന കാരണം എനിക്ക് പലപ്പോഴും ഈ ചെടികൾ നമ്മൾ സാധാരണ നനഞ്ഞ ചാണകം കൊണ്ടുവന്നിടുമ്പോൾ അത് ചീഞ്ഞു പോയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പിടിച്ച് കിട്ടിയ ചെടി ചട്ടിയിലേക്ക് നടേണ്ടത് കേട്ടോ. അതായത് കൂടുതലും മണ്ണും കൊക്കോപ്പിറ്റും മണലും അതിൻ്റെ നേർപകുതി ആയിരിക്കണം ഇത് രണ്ടും, അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇതൊക്കെ എടുക്കേണ്ടത്. നേർപകുതി എന്ന് വെച്ചാൽ അതിന് കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇതിനൊന്നും അധികം വളം വേണ്ട, ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. നമുക്ക് ഗ്രീൻ കെയറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പൂക്കളിടാനും കുഴപ്പമുണ്ടാവില്ല. വല്ലപ്പോഴും, അതായത് മാസത്തിലൊരിക്കൽ 19 ലൈൻ ഇത് ഒഴിച്ചു കൊടുത്താലും വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ കൂടുതൽ വളം വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലുപൊടിയും ഇതൊക്കെ ഇട്ടില്ല എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല, നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മതി. ഇതിന് അധികം വളം വേണ്ടാത്ത ചെടിയാണ് ചൈനീസ് ബാൾസം. പിന്നെ അതിന് കിട്ടേണ്ട സ്ഥലം, അത് ഇരിക്കേണ്ട സ്ഥലം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലം നോക്കി നമ്മൾ അത് ചെടിച്ചിട്ട് വെക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ നട്ട ആ ചൈനീസ് ബാൾസത്തിൻ്റെ തൈ പിടിച്ച് കിട്ടിയാൽ ഇതേപോലത്തെ മിശ്രിതം ചേർത്തിട്ടുള്ള കവറുകളിലോ വലിയ എന്താ പറയുക ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ നമുക്ക് നടാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ചെറിയ ടിപ്പാണ്, ഏറ്റവും അടിയിൽ കുറച്ച് വളമൊന്നും ചേർക്കാത്ത സാധാ മണ്ണ് ഇടാം. എന്നിട്ട് അതിനകത്ത് കുറേ കൊക്കോപ്പീറ്റ് ഇടാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കൂടുതൽ മണലും അതുപോലെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം നടാണെങ്കിൽ ഈ ചെടിയുടെ മുകളിലുള്ള വേരുകൾക്ക് പെട്ടെന്ന് വളം കിട്ടുകയും ചെയ്യും. അധികം ആഴത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ മണ്ണ് വലിയ ചട്ടികളിലൊക്കെ വെറുതെ വളമുള്ള മണ്ണ് താഴത്തേക്ക് പോയില്ല. മനസ്സിലായല്ലോ ഒരു ഐഡിയ? അപ്പോൾ ആ ഐഡിയയിലും കൂടി ഒന്ന് നടാൻ നോക്കുക കേട്ടോ. ചൈനീസ് ബാൾസം പോലുള്ള ഇതുപോലത്തെ ചെടികൾ എപ്പോഴും നമ്മൾ വെക്കേണ്ടത് സൺഷെയ്ഡിൻ്റെ ഭാഗത്ത്, നമ്മുടെ ഫ്രണ്ടിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സൺഷെയ്ഡ് വരുമല്ലോ, പകുതി വെയിലും പകുതി തണലും കിട്ടുന്ന രീതിയിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ വെക്കണേ. അപ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഒരിക്കലും നേരിട്ടുള്ള സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് ഒത്തിരി പൂക്കൾ തരുന്നത്. ചൈനീസ് ബാൾസത്തിൻ്റെ പോലെ തന്നെ മോഡലിൽ നമുക്ക് നട്ടെടുക്കുന്ന സാധാ ചൈനീസ് ബാൾസ് ആണിട്ടത്. അതായത് നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇതും ഇതേ പോട്ടിംഗ് മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പാർഷ്യലി വെളിച്ചവും തണലും കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള കെയറിങ് ആണ് ഇതിനും കൊടുക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് തണ്ട് കിട്ടിയത് ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും, പക്ഷെ കുറച്ച് കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും. മഴയത്തൊക്കെ വെക്കാതിരിക്കാൻ നോക്കുക. മഴയത്തൊക്കെ ഇത് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കൂടുതലും കണ്ടിരുന്ന ബാൾസാണിത്. ഇതും ഉണ്ട് കേട്ടോ എൻ്റെ തോട്ടത്തിൽ. അപ്പോൾ ഇത് ഡബിൾ പെറ്റൽസ്, അല്ലെങ്കിൽ കട്ടയുടെ, അത് ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു റോസാപ്പൂവിൻ്റെ വലുപ്പത്തിലാണ് ഇത്. നമുക്കിത് അവൈലബിൾ ആണ്, മിക്ക വീടുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കുറച്ച് വിത്ത് കിട്ടിയതാണ്. പക്ഷേ ഞാനത് ഓരോ വിത്തും പാവി നമ്മൾ കിട്ടിയ ആ ഒരു ചെടിയിൽ നിന്നും വീണ്ടും വിത്തുകൾ എടുത്ത് വെച്ച് ഇപ്പോൾ ഇതേപോലെ മനോഹരമായിട്ട്, എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ബാൽസത്തിൻ്റെ ഒരു ചെറിയ പാടം പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ലോണിലെ കുറച്ച് പുല്ല് കളഞ്ഞ് ഇത് നടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കി താഴെ നട്ടിരിക്കുക. കാരണം ചെടിച്ചട്ടികളിൽ നട്ട് കഴിഞ്ഞാൽ അധികം വലിപ്പം വെക്കില്ല എന്നുള്ളൊരു ഇത് കിട്ടിയപ്പോൾ ഞാനത് മണ്ണിലേക്കാക്കി, ഡയറക്റ്റ് മണ്ണിലേക്ക്. മണ്ണ് നന്നായിട്ട് കൊത്തിയിളക്കി നല്ല വായുസഞ്ചാരമുള്ള മണ്ണ് തന്നെയായിരിക്കണം ഇവയ്ക്കും വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ വിത്തുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ലക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ ഇതേ ഉണങ്ങി വരുന്നുണ്ട്. ഞാൻ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇതെല്ലാം എടുത്ത് ഉണക്കി, എന്താ പറയുക, റെഡിയാക്കി വെക്കാം. ഞങ്ങൾ സല്ലു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പിറ്റൂണിയുടെ വിത്ത് തരാനായിട്ട് നോക്കിയ പോലെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എങ്കിലും ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ. കുറച്ച് പേർക്കൊക്കെ കിട്ടുമ്പോൾ ഇതിങ്ങനെ കുറേ ആകുമ്പോൾ ആളുകളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് വെച്ച് ഇതുപോലൊരു ലക്കി പ്രോഗ്രാം തന്നെ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് 4 കളറിൻ്റെ അടുത്തുണ്ട് കേട്ടോ, 4 കളറ് ബാൾസുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വിത്തുകളെല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചില്ലെങ്കിലും ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് വിത്തുകൾ പലർക്കും തരാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ചൈനീസ് ബാൾസം. ഇതുകൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്.
ഇപ്പം ജാൻസി മാഡത്തിൻ്റെ കയ്യിൽ നാടൻ ബോൾസത്തിൻ്റെ സീഡ്സ് ഇല്ല, ആയി വരുന്നതേ ഉള്ളൂ. വരുന്ന വീഡിയോകളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ആ സമയത്ത് ആ പെർട്ടിക്കുലർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പറയും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും. കാരണം നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാനുള്ളതില്ല, വളരെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.